പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ഒന്നാം വായനയിൽ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിൽ അയച്ചു. പുത്രനിലൂടെ ദൈവം വസിക്കുന്നു. ദൈവം നമ്മോട് കാണിക്കുന്ന സ്നേഹം തന്നെയാണ് തന്റെ പുത്രന്റെ മനുഷ്യ അവതാരത്തിലൂടെ നാം കാണുന്നത്. ഇന്നത്തെ രണ്ടാം വായനയിൽ വിശുദ്ധ പൗലോസ് പറയുന്നു, നാം ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ സ്വന്തമാക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും വിശുദ്ധമായി സൂക്ഷിച്ച് യേശുവിനെ അനുകരിച്ച് ജീവിച്ച് യേശുവിന്റെ സ്വന്തമാക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് പരിശുദ്ധ കന്യകാ മറിയം ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ഈ വലിയ സത്യം ദൂതൻ ജോസഫിനെ അറിയിക്കുന്നു. ജോസഫ് നീതിമാനും ദൈവഹിതം നിറവേറ്റുന്നവനുമുള്ള ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ് ജോസഫ്. ദൈവം അറിയിച്ച കാര്യങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേരും നൽകണമെന്ന് അറിയിക്കുന്നു. ഈ ലോകത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഇമ്മാനുവേൽ ഉണ്ട്. അത് നമ്മൾ വിശ്വസിക്കുക തന്നെ വേണം. യേശു ജനിച്ചത് മനുഷ്യന്റെ രൂപത്തിൽ തന്നെ. ദൈവം മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരോടൊപ്പം ജീവിക്കുവാൻ ആഗ്രഹിച്ചു. അവരെ രക്ഷിക്കുവാൻ മനുഷ്യനായി ജനിച്ചു. ദുഃഖങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചു ജീവിച്ചു. ഇന്ന് നമ്മൾ മറ്റൊരു ക്രിസ്തുവായി ഈ ലോകത്തിൽ ജീവിച്ച് നിറയെ ആത്മാക്കളെ നേടാം. എളിമ എന്ന പുണ്യം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.